ഹായ് ഫ്രണ്ട്സ്, ന്യൂസിന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമ്മൾ എക്സ്പോ ചലഞ്ച് നടത്തുന്നത് കേട്ടോ. ഇതിന്റെ അമ്മച്ചിക്ക് 250 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ഞാൻ എന്തൊക്കെ നമുക്കിപ്പോ വലിയ റൈഡൊക്കെ ഇതിനെ കൊണ്ട് നടത്തുന്ന അറിയില്ല. അപ്പൊ നമ്മൾ ചെലവ് ചുരുക്കി നമ്മൾ റൈഡൊക്കെ കയറി എൻജോയ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ചലഞ്ച് ആട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കാം കേട്ടോ. അനെ ഒന്നതി ടിക്കറ്റ് വാങ്ങിട്ടിട്ട് ബാക്കി പൈസ ഉള്ളിൽ കയറാം. നമുക്കിനി ആദ്യം ആയിക്കോടൊക്കെ കറങ്ങാം, എന്നിട്ട് ഏതൊക്കെ വേണമെന്നൊക്കെ നോക്കാം. അപ്പൊ ഗൈസ്, ഇനി നമ്മളെ കയ്യിൽ ബാക്കി 220 രൂപയുള്ളൂ. അപ്പൊ ആ 220 രൂപക്ക് നമുക്ക് എന്തൊക്കെ റൈഡിലൂടെ കേറാമെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഇതൊക്കെ നമുക്ക് തോന്നറിയില്ല കേട്ടോ. ഉണ്ട്, ഇവിടെ കുളമുണ്ട്, ജാർക്കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചലഞ്ചിനായിട്ട് എടുത്ത പൈസ 250 രൂപയാണ്. അപ്പോൾ ടിക്കറ്റിനായിട്ട് വന്ന പൈസ അറിഞ്ഞത് 30 രൂപയാണ്. അപ്പം നമ്മുടെ 250 രൂപ 30 കുറച്ച 20 രൂപ കേട്ടോ. 220 രൂപ നമുക്ക് ബാക്കി പൈസയായിട്ട് വന്നത്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ നമ്മൾ കണ്ണ് തള്ളിപ്പോയി. അവിടെ നല്ല എല്ലാ റൈഡിയും നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഏത് റൈഡിലേക്ക് കയറും, ആ 220 രൂപയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു നോക്കൂ ഗൈസ്. കണ്ണ് തള്ളിപ്പോയി. എല്ലാ റൈഡിയും നല്ല പൈസയാണ്. നമ്മളിപ്പോൾ തോണി ആയാലും യന്ത്രൂഞ്ഞാലായാലും എല്ലാത്തിനും നല്ല പൈസ തന്നെയാണ്. അപ്പം നമ്മൾ പോരാൻ നേരത്തെ റൈഡ് കണ്ടു. ആ റൈഡിനാണെങ്കിൽ 40 രൂപയുള്ള അത്ര. നമ്മൾ അതിൽ കയറിയതുമില്ല. നമ്മളാകെ കണ്ടത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്തോ ഒരു റൈഡ്, ഡാൻസിൻ്റെ എന്തോ ഒരു റൈഡും അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസും യന്ത്രൂഞ്ഞാലും തോണിയാണ് ആകെ കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലെല്ലാത്തിലും കയറിയോ, ഇനി ഏതിലേക്ക് കയറിയതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കയറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ലാസ്റ്റ് ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ട്വിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുഞ്ഞ് നമ്മൾ കയറുന്നത് ഏന്ത്രൂഞ്ഞാലാണ് കേട്ടോ. അപ്പോൾ ഏന്ത്രൂഞ്ഞാൽ 80 രൂപയാണ് ടിക്കറ്റിൻ്റെ പൈസ. അപ്പോൾ നമ്മൾ അതിൻ്റെ കസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 80 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇതിപ്പോൾ 220 80 കുറച്ചാൽ എത്രയാണ്? അത് എൻ്റെ 140 രൂപ ഉണ്ട് കേട്ടോ. 220 180 കുറച്ച് എൻ്റെ ഇതിപ്പോൾ ഉള്ളത് 140 രൂപയാണ്. അപ്പം ഞാൻ അങ്ങനെ യന്ത്രൂഞ്ഞാലിൽ കയറാൻ പോവാട്ടോ. ഞാൻ നമ്മള് കേറാൻ പോവാണ്. അപ്പൊ ഗൈസ്, എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. മറ്റേത് ഞങ്ങൾ നാളെ പോയാൽ ഇത്ര സ്പീഡിലായിരുന്നു. കണ്ടപ്പോ കുറച്ച് സ്പീഡ് ഉണ്ട്. എന്റെ ബാക്കിയുള്ള കസിൻസൊക്കെ ഒന്നും 2 ആൾക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് 2 ആൾ, ഞാൻ എന്റെ അമ്മയും ഒന്നിലായി, വേറെ 2 ആള് ഒന്നിലായി. അങ്ങനെ ഒരു കസിന് ഒറ്റയായി. അപ്പൊ വേറെ ആള് വീട്ടിലുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തോണിയിൽ നമുക്ക് സോപ്പ് ഉണ്ട്. പ്ലീസ് തോണി കയറ്റുമോ പ്ലീസ്? ഇവരൊക്കെ ഉണ്ട്, മറ്റവരൊക്കെ ഉണ്ട്. അങ്ങനെ നോക്ക്. ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാരും വന്നത്. നടന്ന് ഏകദേശം നടക്കാനുള്ളൂ, പക്ഷെ കുറച്ച് നടക്കാണ്ട്. അതുകൊണ്ട് ഞങ്ങള് എന്റെ കസിന്റെ എന്റെ അമ്മോന്റെ ഹോട്ടലിലാണ് നമ്മള് വന്നത്. അടി അവിടെ കാണിച്ചു കൊടുക്ക്. എനിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കേ. എന്റെ കസിന്റെ എനിക്ക് ഡാറ്റ തരുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. ഇങ്ങനെ പേടിയാവുന്നു. ഇത് ഭയങ്കര സ്പീഡൊന്നും ഇല്ലല്ലോ. തപ്പത് ഒരു സ്പീഡും ഇല്ല. നീ സ്പീഡ് സ്പീഡ്
വീണിട്ടുണ്ടോ? രസമുണ്ട്, കുറച്ചൊക്കെ സ്പീഡ് കൂട്ടി, കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് നല്ല സ്പീഡ് വേണം. തല ഇറങ്ങച്ച് വെറുതെ പറയാണേ. അന്നേരം എങ്ങനെ പറഞ്ഞത് ചലഞ്ചില് റൈഡും കേറാൻ പൈസയില് വെച്ചിട്ട് പഠിപ്പിക്കല്ലേ നേരം അതും കൂടി നോക്കാത്തോടെ നല്ല രസമുണ്ട്. ഈ ഇതല്ല ഇതില്ല എന്താ ഇത് പേര്, ഇത് നമുക്ക് തോണിയിൽ കയറി തലക്കിരിക്കണം, അതാണ് ഇത് ബാക്കിലിരിക്കണം, അതാണ് അതിന്റെ രസം. ഈ നിലമ്പൂർ പാട്ടിനെ കണ്ടു ഇങ്ങനെ ഇങ്ങനെ തിന്നിട്ട് നമ്മള് കയറിയപ്പോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് തല ഇറങ്ങാം. സ്പീഡ് കൂടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ കാണിക്കാന്നുള്ളൂ കേട്ടോ. ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ. നമ്മുടെ ഈ യന്ത്രഞ്ഞാലല്ലേ നല്ല ഉയരത്തിലാണ് പോകേണ്ടത്. അപ്പോൾ നല്ല പേടിയാണ് എനിക്ക്. ഇങ്ങനെയൊക്കെ ചില റൈഡുകളൊക്കെ നല്ല പേടിയാണ്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ വെറുതെ ആളാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഉമ്മാൻ്റെ മുമ്പിൽ. ഉമ്മാക്കാണെങ്കിൽ ഇനിയും വലിയ പേടിയാണ്. ഉമ്മക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നിയില്ല നമ്മൾ കയറിന് ഇറങ്ങണ ഭാഗമല്ലേ, അവിടെ ഒന്നുമില്ല, വെറുതെ തുറന്നിട്ടിരിക്കുകയാണ്. എനിക്കപ്പോൾ നല്ല പേടിയായി. നമ്മൾ കയറിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ നമ്മളെ ഇതിൽ മാത്രമല്ല എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ എണീറ്റിക്കാന്ന് വിചാരിക്കും. എണീറ്റ് നിന്നിട്ട് അങ്ങനെ കാലങ്ങനെ തെന്നിയ ആ ഉറപ്പാണ്. സംശയമുള്ളവർക്ക് ഞങ്ങളുടെ പ്രദർശനം കണ്ടു മടങ്ങി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചോദിക്കാം. കുഞ്ഞു കുട്ടിയൊക്കെ കുഞ്ഞു കുട്ടികൾ തലക്കേക്ക് തിരി പിടിച്ചൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള കാണുവാനുള്ള ടിക്കറ്റ് ഞങ്ങളുടെ മുൻവശത്തുള്ള കണ്ണുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും ചിന്തിച്ച് ശ്രമിച്ചു നിൽക്കാതെ മുഴുവൻ ആളുകൾക്കും സർക്കസിന്റെ ഞാൻ മറന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ കടക്കാരനോട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് കണക്കിൽ തെറ്റിപ്പോയി, അതാണ് സംഭവിച്ചത്. അപ്പം ഞാൻ അവസാനം അമ്മയോട് ചോദിച്ച് തോണി കയറിയിട്ടോ. നല്ല ആകാംക്ഷയിലാണ് തോണി കയറിയത്. പ്രശ്നമൊന്നുമില്ല. ഇതിലും തോണിയിലും അതുപോലെ തന്നെ നമ്മൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. നമ്മൾ മേൾക്ക് പോകുമ്പോൾ കുഴപ്പമില്ല, അടികണ ഇറങ്ങി വരുമ്പോഴാണ് നിന്നാണ് കാണുന്നത്. ഇനി മേലെ തോണി കയറില്ല എന്ന് അവിടെ ഞാൻ എഴുതി വെച്ചിട്ടു. നല്ല പേടിയുണ്ട്, മനസ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മേലെ ഞാൻ തോണി കയറില്ല എന്ന്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇനി വുഗോ അതാ ഞാൻ എന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. അതിൽ ഞാൻ മുമ്പിലായിരുന്നു ഇരുന്നത്, ബാക്കിൽ ഇരുന്നില്ല. തോണി കയറാൻ അമ്മ സമ്മതിച്ചു. ഇനി ബാക്കിലും പാടെ ഇരുന്നാൽ മതി. ഒന്നാമത് ആൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു ബാക്കിലും. എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പം നിങ്ങൾ അതിൽ തോണിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഞാനിപ്പോൾ കയറി ഏത് റൈഡ് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മുഖം നല്ല പേടി. ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ തോണിയിലേക്ക് കേറാൻ സ്ഥലമൊന്നുമില്ല, അതാണ് പ്രശ്നം. ഗെയിം കളിച്ചാലോ? അയ്യോ എന്റെ പൈസ കുറഞ്ഞു. അത്ര പൈസ ആകെ 10 രൂപ ഉണ്ട്. 10 ബാക്കി 10 രൂപ ഉണ്ട്. 10 രൂപക്ക് നമുക്ക് ഉപ്പിലിട്ട വാങ്ങാം.
അപ്പോൾ ഫ്രണ്ട്സ് എന്താ പൈസ ആയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. തോണിയിൽ നമുക്ക് 80 രൂപ കയറാനായിട്ടുള്ളത്. നമുക്കിനി എന്തായാലും ബാക്കി 60 രൂപ ഉണ്ട്. ഇതുണ്ടോ, സ്റ്റിക്ക് ഉണ്ടോ, പൊട്ടാറ്റോ സ്റ്റിക്ക് ഉണ്ടോ? ഐസ്ക്രീമിന്റെ പൈസ കാലിയായിട്ടുണ്ട്. പിന്നെ എന്റെ 10 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി പൈസ കൂട്ടി തന്നിട്ട് മിസ് എനിക്ക് ഐസ്ക്രീം മേടിച്ചത്. പിന്നെ കുറച്ച് പൊരി ഐറ്റംസ് ഒക്കെ വാങ്ങി, അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പൊ ഇന്ത്യയിൽ ഫുള്ള് പൈസ കാര്യമായി. ഇനി നമ്മുടെ ചലഞ്ച് കൂടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഉമ്മാന്റെ പൈസ ഒന്ന് കുറച്ച് ഇനി വേറെ റൈഡ് കയറണമ്മ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പൈസ എന്താ ആയത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ എനിക്ക് പോക്കറ്റിൽ തപ്പിയപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് 10 രൂപയാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 10 രൂപയ്ക്ക് ഇനിയിപ്പോൾ എന്ത് വാങ്ങാനാണ് ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഉമ്മച്ചി കുറച്ച് ബാക്കി പൈസ കൂട്ടി തന്നിട്ട് എനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചലഞ്ച് കഴിഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങളെടുക്കും പോകാനൊന്നും നിൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നോളി. നമുക്കിനി കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉമ്മച്ചിൻ്റെ പൈസ കുറച്ച് ഓസൊന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം നമുക്ക് 250 രൂപയ്ക്ക് ആകെ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ തോണി കയറാണ്. അപ്പൊ നമുക്ക് വലിയ സ്പീഡൊന്നും ഇല്ലേനു. അപ്പൊ നമ്മൾ തലക്കെ പോയിരിക്കാണ്. അപ്പൊ നമുക്ക് നല്ല സ്പീഡ്, നല്ല ഒരു പൈസക്ക് മുതലാവും രണ്ടാമത്തെ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ തോണി കയറാണെന്ന്. തോണി കയറുന്നില്ല, അത് ക്യാൻസലായി. അപ്പം സംഭവം എന്താ വെച്ചാൽ ഞാൻ തോണി കയറാനൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വേറെ കസിന് വേറെ റൈഡിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ആ റൈഡിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ആ റൈഡൊന്ന് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടോ. അപ്പോൾ ഇതാട്ടോ ആ റൈഡ്, ഞാൻ പറഞ്ഞ റൈഡ്. എന്തെങ്കിലും ബ്രേക്ക് ഡാൻസോ ഇതതിൻ്റെ പേര് ബ്രേക്ക് ഡാൻസ് ആണ് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിലാട്ടോ കയറിയത്. എല്ലാത്തിലും രണ്ടെണ്ണത്തിൽ കയറിയത് തന്നെ കയറണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതിൽ കയറിയിട്ടോ. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. എനിക്കിത് ഏറ്റവും ഇപ്പോൾ കയറിയിൽ ഏറ്റവും ഇഷ്ടമായത് എനിക്കിതാ ഈ ഒരു ഡാൻസ്, ഈ ഒരു റൈഡാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കയറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ചെയ്തത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചലഞ്ച് എന്തായാലും നമ്മൾ നേരത്തെ അവസാനിപ്പിച്ചിട്ടുണ്ട്, കാരണം പൈസ ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.